നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോളേജുകളിലും സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലാതെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഓണാഘോഷങ്ങൾ നടക്കുകയാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഓണാഘോഷം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഓണാഘോഷം നടന്നു. ഓണാഘോഷം നടന്നതല്ല വിഷയം, ആ ഓണാഘോഷത്തിനെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയും CPM നേതാവുമായ IP ബിനു ആണ്. IP ബിനു അവിടെ നിന്ന് എടുത്ത് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ആഭ്യന്തര വകുപ്പിനടക്കം വലിയ വിമർശനങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED സംഘത്തെ ആക്രമിച്ച കേസിലെ പ്രതിയും CPM നേതാവുമായ IP ബിനു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവമാണ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നത്. സ്റ്റേഷന് മുന്നിൽ വെച്ച് ബിനു ഊഞ്ഞാലാടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുനിന്ന് വന്നതോടെ ആഭ്യന്തര വകുപ്പും ഭരണ നേതൃത്വവും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. സംഭവം അതീവ ഗൗരവത്തോടെ കാണുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഗുരുതരമായ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന പരസ്യമായ ആതിഥ്യവും സംരക്ഷണവും ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് ED കോടതിയെ അറിയിക്കും. അനാവശ്യമായി ഉണ്ടായ ഈ വിവാദത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങളെയും മറ്റു ആക്രമണങ്ങളെയും പ്രതിരോധിച്ചു നിൽക്കുന്നതിനിടെ ഭരണപക്ഷത്തെ ജനമധ്യത്തിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള നേതാക്കളുടെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് പാർട്ടി മുതിർന്ന നേതാക്കൾ. ഊഞ്ഞാൽ കണ്ടാൽ ഒന്ന് ആടിയില്ലെങ്കിൽ പിന്നെ എന്തു ഓണം എന്ന അടിക്കുറിപ്പോടെയാണ് IP ബിനു സമൂഹ മാധ്യമത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഊഞ്ഞാലാടുന്നതിൻ്റെയും അവിടെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പോലീസുകാർ നോക്കി നിൽക്കെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ബിനു സന്തോഷത്തോടെ ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിലുള്ളത്. പിണറായി വിജയന്റെ വസതിയിലെ ED റെയ്ഡിനും തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കും ശേഷം പാർട്ടി നേരിട്ട രാഷ്ട്രീയ തിരിച്ചടികളിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും പതിയെ മുക്തി നേടി വരുന്നതിനിടെയാണ് വീണ്ടും പുതിയ പ്രഹരം രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് ആശ്വാസമേകേണ്ട സമയത്ത് വന്നിറങ്ങിയ പുതിയ വിവാദം നേതൃത്വത്തെ ശരിക്കും വെട്ടിലാക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ ഓണാഘോഷത്തിലാണ് ബിനു ഉൾപ്പെടെ 20ഓളം പ്രതികൾ പങ്കെടുത്തതായിട്ട് റിപ്പോർട്ടുകൾ. ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു പോലീസുകാരുടെ വേഷം. അതേ നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞാണ് ബിനുവും എത്തിയത് എന്നുള്ളതാണ്. പോലീസുകാരുടെ ഔദ്യോഗിക ഓണാഘോഷ വേഷം പ്രതിയായ IP ബിനുവിന് വാങ്ങി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കേസിലെ പ്രതിക്ക് പോലീസുകാരുടെ അതേ നിറത്തിലുള്ള വസ്ത്രം വാങ്ങി നൽകുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത കോൺസ്റ്റബിളിനെ ശിക്ഷിക്കുമോ എന്ന് ആഭ്യന്തര വകുപ്പിന് മുന്നിലെ പ്രധാന ചോദ്യമാണ്. നഗരമധ്യത്തിലെ മ്യൂസിയം സ്റ്റേഷനിൽ അരങ്ങേറിയ ഈ ഊഞ്ഞാലാട്ട നാടകം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കടുത്ത തലവേദനയായി മാറിയിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ RB കൃഷ്ണയാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ജാമ്യ വ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയ കോർപ്പറേഷൻ മുൻ കൗൺസിലറും CPM നേതാവുമായ IP ബിനുവും കൂട്ടുപ്രതികളുമാണ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ചത്. മ്യൂസിയം സ്റ്റേഷനിലെ ഓണാഘോഷം ശനിയാഴ്ചയായിരുന്നു. പോലീസ് ആഘോഷത്തിന് തെരഞ്ഞെടുത്ത വേഷം കേസിലെ പ്രതികൾക്കും ലഭിച്ചത് യാദൃശ്ചികമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേ നിറത്തിലുള്ള ഷർട്ട് തന്നെ സ്റ്റേഷനിലെത്തിയ പ്രതികൾക്കും അതേ ദിവസം സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്നപ്പോൾ കിട്ടിയതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. മ്യൂസിയം സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് നഗരത്തിലെ വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് പോലീസുകാർക്ക് ഒരേ നിറത്തിലുള്ള ഷർട്ടും എടുത്തപ്പോൾ 3 എണ്ണം അധികം വാങ്ങി. ഇത് ED കേസിലെ പ്രതികൾക്ക് വേണ്ടി ആയിരുന്നുവെന്നാണ് സംശയം. ED ആക്രമണ കേസിലെ പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഷർട്ട് വാങ്ങിയത്. പോലീസിലെ വീഴ്ചകളും ഇടത് സഹയാത്രികരായ ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന ആരോപണം ശക്തമായി കഴിഞ്ഞു. സംഭവം സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP റവാഡ A ചന്ദ്രശേഖർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണാഘോഷ പരിപാടിയിൽ ബിനു ഉൾപ്പെടെ കേസിൽപ്പെട്ട 20ഓളം പ്രതികൾ പങ്കെടുത്തതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു.
ഓണാഘോഷത്തിനായി ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്ന പോലീസുകാരുടെ വേഷം അതേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞാണ് ബിനുവും സ്റ്റേഷനിലെത്തിയത്. ഏതായാലും ഇപ്പോൾ സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഇൻസ്പെക്ടറും സേനയിലെ ഇടത് സംഘടനാ നേതാവുമായ ആർ പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ആഘോഷത്തിൽ പങ്കെടുത്തതെന്നാണ് സൂചനകൾ. ED ആക്രമണ കേസിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇദ്ദേഹം സ്റ്റേഷന്റെ ചുമതല ഒഴിയാനിരിക്കെയായിരുന്നു ഈ ഓണാഘോഷം നടന്നത്. മ്യൂസിയം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ED ആക്രമണ കേസിൽ ജയിലിലായിരുന്ന ബിനു ഉൾപ്പെടെയുള്ള പ്രതികൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടണം എന്നതായിരുന്നു പ്രധാന ജാമ്യ വ്യവസ്ഥ. രാവിലെ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷമായിരുന്നു ഈ സൗഹൃദ ആഘോഷങ്ങൾ. ബിനുവിനെ ഓണാഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും ED ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയതായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഷർട്ടിന്റെ നിറം ഒരേപോലെയായത് യാദൃശ്ചികം മാത്രമാണെന്നാണ് ബിനുവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റീൽസ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. ദൃശ്യങ്ങൾ വിവാദമായതിന് പിന്നാലെ സ്റ്റേഷൻ മുറ്റത്തുണ്ടായിരുന്ന ഊഞ്ഞാൽ പോലീസ് അഴിച്ചു മാറ്റുകയും ചെയ്തു. അതേസമയം സ്റ്റേഷനിൽ സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് പോലീസ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബിനുവിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതികൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ അതിഥികളായി എത്തി ആഘോഷങ്ങളിൽ പങ്കുചേർന്നത് പോലീസ് സേനയ്ക്കും ആകെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കും ഒരുപോലെ ദോഷം ചെയ്ത ഈ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമോ അതോ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ ഇതിന് ഒത്താശ ചെയ്ത് നൽകിയത് പോലീസ് തന്നെയാണ് എന്നുള്ള വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ വായിക്കാം. അവിടുത്തെ പോലീസുകാരുടെ പണി കളയുമല്ലോ. പിണറായി അല്ല ഭരിക്കുന്നത്, പോലീസ് സ്റ്റേഷൻ കണ്ടാൽ ഓടിപ്പോയി ഊഞ്ഞാലാടി കളിക്കാൻ ഒരു ഭരണ സംവിധാനമുണ്ട് ഇപ്പോൾ കേരളത്തിൽ, അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ ഒതുങ്ങണം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മേലെ കൂടെ പോയത് ഏണി വെച്ച് പിടിച്ച ഒരുത്തൻ ഇപ്പോൾ കാപ്പ അടിച്ച് കണ്ണൂരിൽ അകത്തായി. ഇത് അടുത്ത വള്ളി പിടിച്ച് വല്ല കാര്യവുമുണ്ടോ? ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടറിയാം എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഇതിന്റെ പേരിൽ എടുക്കുമോ ഇല്ലയോ, ഇനി ED ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നീക്കമാണ് അടുത്ത് നടത്താൻ പോകുന്നത് എന്നുള്ളത് കൂടി കാത്തിരുന്ന് തന്നെ കാണാം.